മോംസ് വേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാനിതിവിടെ കുറച്ച് സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. ഒരു 4 മിനിറ്റ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു 4 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്കതൊന്ന് ഒരു പാത്രത്തിലേക്കൊന്ന് ഊറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് വെള്ളമെല്ലാം ഒന്ന് പോയി ഒന്ന് തണുത്ത് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കൈ കൊണ്ട് അതിലെ വെള്ളമെല്ലാം ഒന്ന് പിഴിഞ്ഞ് മാറ്റാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഇത് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്ത് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് കടലമാവ് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലവറും ചേർക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനൊരളവ് പറയുന്നില്ല, ഞാൻ ആദ്യം എടുത്ത് വീണ്ടും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് കോട്ടായി കിട്ടുന്ന രീതിയിൽ വേണം നമുക്ക് ഈ മാവ് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്ത് കിട്ടുന്നവരെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ കോൺഫ്ലവറൊക്കെ ചേർക്കുമ്പോൾ നല്ലപോലെ ഒന്ന് ക്രിസ്പി ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. പാൽ തന്നെ വേണമെന്നില്ല കേട്ടോ, ഒരല്പം വെള്ളം ചേർത്താലും മതിയാവും. അപ്പോൾ അതാ ഞാനിത് മിക്സാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കോൺഫ്ലെക്സ് ആണ്. അപ്പോൾ അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കൈ കൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അത് പൊടിച്ചെടുത്തതും കൂടെ നമുക്കിതിലേക്കൊന്ന് മിക്സാക്കിയതിന് ശേഷം ഈ സമയം കൊണ്ട് ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഈ കോൺഫ്ലെക്സൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല കറുമുറാന്നിരിക്കും പുറമൊക്കെ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കട്ടൻ ചായയോ കാപ്പിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഈവനിങ് സ്നാക്സാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. ഇനി തിളച്ച എണ്ണയിലേക്ക് നമുക്കിത് കോരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്തിരി പരന്ന പാത്രത്തിൽ തന്നെ പിന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ നോക്കുക. അപ്പോൾ നമുക്കിതുപോലെ നിരത്തി ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന എൻ്റെ കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടണും കൂടെ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന്, നിങ്ങൾ തരുന്ന സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരെയും ദൈവം സുഖമായിട്ടും ഭദ്രമായിട്ടും കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ നമ്മളിതാ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. വറുത്തെടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് അതുപോലെ എല്ലാം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ബാക്കി എല്ലാം ഇതുപോലെ നമ്മളൊന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പുറം നല്ല കറുമുറാന്നിരിക്കുകയും ചെയ്യും, അകം നല്ല സോഫ്റ്റായിട്ടും ഇരിക്കും. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോഴാണ് ഒന്നുകൂടെ നമുക്ക് ഉത്സാഹം വരുന്നത് വീഡിയോ ചെയ്യാനായിട്ട്. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.